ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളാണ്, ഞങ്ങൾ ഇടവകയുടെ പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ അവിടെ പോയി പങ്കെടുത്തു. നല്ല രസമായിരുന്നു. നല്ലൊരു രാത്രിയിലാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. എന്നോട് കുറേ പേര് കമൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്കതെന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണെന്ന് അറിയുമോ. പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അടിച്ച് പൊളിച്ച് മറിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ പ്രദക്ഷിണമായിരുന്നു. പൊഴുതന ടൗണിലേക്ക്, പള്ളിയിൽ നിന്ന് പൊഴുതന ടൗണ് കുറച്ച് ചുറ്റി ഇങ്ങനെ വരിക, നേരെ പള്ളിയിലേക്ക് പോവുക. ഇതായിരുന്നു. ചെണ്ടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ ആൾക്കാരും, മറ്റു മതത്തിലുള്ള ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്ത് നല്ല പ്രാർത്ഥനയോടെയും കൂടെയൊക്കെയാണ് അവിടെ നിന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രദക്ഷിണമെല്ലാം കൂടി നല്ല രസത്തിലിങ്ങനെ പോവാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഇത്തവണത്തെ പെരുന്നാൾ അത്ര ആർഭാടമായിട്ടല്ല നടത്തിയത്. ഒന്നാമത് ഉരുൾപൊട്ടലിൻ്റെ ആഘാതം മാറിയിട്ടില്ല. അതുകൊണ്ട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം മാറാത്തതുകൊണ്ട് ഞങ്ങൾ വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് നടത്തിയത്. ഇനി കൂടുതൽ വിശേഷങ്ങൾ അറിയാം.
കാവ് ചർച്ചാണ് ഞങ്ങളുടെ ദേവാലയം, പൊഴുതന ദേവാലയം. ഇപ്പോൾ ദേവാലയത്തിലേക്ക് തിരിച്ച് കയറുകയാണ്. അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു സ്കൂളും ഉണ്ട്, ഗവൺമെൻറ് LP സ്കൂൾ അച്ചൂരാനം സ്കൂളും ഉണ്ട്. അങ്ങനെ സ്കൂളിൻ്റെ തൊട്ട് മേലെ ആയിട്ടൊക്കെയാണ് നമ്മുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ദേവാലയത്തിലേക്കുള്ള വഴി. വളരെ ചെറിയ പള്ളിയാണ്, പക്ഷേ എന്നാൽ പോലും എല്ലാവരും നല്ല സഹകരണവും മനോഭാവമുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ടെന്നാലും എല്ലാവർക്കും എൻ്റെ തിരുനാൾ ആശംസകൾ നേരുകയാണ്. അപ്പോൾ നമുക്ക് പള്ളീൻ്റെ ഉള്ളിലേക്ക് പോവാം. കഴിഞ്ഞ വർഷം വരെ നല്ല ആർഭാടമായിട്ടാണ് നടത്തിയത്. ഈ പ്രാവശ്യം അങ്ങനെ ആർഭാടമായിട്ട് നടത്താൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, മറ്റേ അതിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വളരെ ചിലവ് കുറച്ചുള്ള രീതിയിലാണ് പെരുന്നാൾ നടത്തിയത്. ഇതാണ് ഞങ്ങളുടെ ഇടവക, ഞങ്ങളുടെ പള്ളി. വളരെ ചെറിയ പള്ളിയാണ്. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. കാരണം അവൾക്ക് തിരുനാൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ തിരുനാൾ ആഘോഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അതുപോലെ ലിയാമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പള്ളിയിലൊക്കെ വരിക, പ്രാർത്ഥിക്കുക. ഭയങ്കര ഭക്തിയുള്ള കൊച്ചാണ്. അപ്പോൾ പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പള്ളി കയറി പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി ഞങ്ങൾ പാചകം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോയാലോ? നാളത്തേക്കും അല്ല ഇന്നത്തേക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയാണ് അടുത്ത ചടങ്ങ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം.
എല്ലാവരും വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെയൊക്കെയാണ് പാചകം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയോടെ വേണം പാചകം ചെയ്യാൻ. ഈ ചുണ്ടപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ അറിയാം, അവിടെയുള്ളവരൊക്കെ പാചകം ചെയ്യുമ്പോൾ പ്രാർത്ഥന കൊന്ത ചൊല്ലിയിട്ടാണ് പാചകം ചെയ്യുന്നത്. രാത്രി ഒരു 9 മണി എത്രയായി കാണും തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കുള്ള ചായ ഞാനാണ് കൊണ്ടു കൊടുക്കുന്നത്. ഇപ്പോഴല്ലേ നിങ്ങൾ എന്നെ കാണുന്നത് തന്നെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും കൊണ്ടുപോയി ചായ എല്ലാം കൊണ്ടു കൊടുത്തു. അപ്പോൾ അവരുടെ മുഖത്തുള്ളൊരു സന്തോഷമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ രാത്രിയിലുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.